മഹാവിഷ്ണു പറയുന്നു കർക്കടകബാഹുബലി. അപ്പൻ ദൈവത്തോട് കൂടെ നടന്നു, അതുകൊണ്ട് തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം, മണ്ണിനെ നോക്കി ഇവിടെ നിന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല, ഉരുൾപൊട്ടലിൽ അതെല്ലാം പോകും. മനുഷ്യൻ എപ്പോൾ മരിക്കും, കർത്താവ് എപ്പോൾ വരുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഒന്ന് യേശുക്രിസ്തുവിൻ്റെ ജനനം, 2 ജീവിതം, 3 മരണം, 4 തിരുവെഴുത്തിൻ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. 5ാമത്തെ പ്രത്യേകത പലരും പറയുന്നില്ലെങ്കിലും ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം, രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങി വരും. 2 അപ്പോസ്തല പ്രവൃത്തികൾ സഭയുടെ ചരിത്രത്തെപ്പറ്റി ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തുന്നു. അത് പെന്തക്കോസ്ത് പെരുന്നാൾ, പുതിയ നിയമസഭ. 3 പുതിയ നിയമസഭ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ, രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യത. കൊരിന്ത്യർ, തെസ്സലോനിക്ക, തിമത്തിയോസ്, എബ്രായർ, എഫേസ്യർ, കൊലോസ്യർ ഈ ലേഖനങ്ങൾ വരച്ചു കാട്ടി. അതിനുശേഷം വരാൻ പോകുന്ന കാലം, ഉപദേശത്തിൽ നിന്ന് അതിർവരമ്പ് വിട്ടുപോകുന്നവരുടെ ന്യായവിധി, എതിർക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, മരണാനന്തര ജീവിതത്തിൻ്റെ ചാലുകൾ. 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും, ഫിലോമോനും, യാക്കോബും, യൂദായും. യൂദ വരുവാനുള്ള പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ ദൈവസഭയ്ക്ക് അടിവരയിട്ടുകൊണ്ട് ഇങ്ങനൊരു പാട്ട് പാടി. അതുകൊണ്ട് കുഞ്ഞുങ്ങളും എന്ന് പാടി. യൂദ ഇങ്ങനെ പാടി: ആദം മുതൽ 7ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. அதுக்கு நான் இந்த நாள்களிலும் இந்த மாலையிலும் அருமையான வாலிப கொழுவினார் இந்த நாள்களில் உண்மையான பாடல் செய்தி கொடுக்குது. പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനു കോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് വീണ്ടും യൂദ എഴുതി, നമ്മുടെ ഇടയിൽ ഇന്ന് കലകം ഉണ്ടാക്കുന്നവർ കൂടുതൽ വേണമല്ലോ, അതുകൊണ്ട് ഇവരെല്ലാം കർത്താവ് കൈകാര്യം ചെയ്യുന്നു. അത് പറഞ്ഞപ്പോൾ സന്തോഷമില്ലല്ലോ. പകപിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്കം, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, കത്തിക്കുത്ത്, കഞ്ചാവ്, MDMA, മയക്കുമരുന്ന്, സഭയിൽ കലകമുണ്ടാക്കുന്ന സകലരെ ന്യായം വിധിക്കുവാൻ ഏകന ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ വെളിപ്പെടും. വീട്ടിലെ കലഹങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ കുറഞ്ഞപ്പോൾ ഇപ്പോൾ സഭയിലെ കലഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. സ്വോത്രം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും യൂദ എഴുതിയിരിക്കുന്നു, വീഴാതിരിപ്പാൻ. എങ്ങനെ വീണു പോകും? ഒരു കാലത്ത് നമ്മുടെ ചെമ്പൂരും മഞ്ചങ്കോടും വെള്ളറുടെയൊക്കെ പടപടാ കൊതിച്ചുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. സഹോദരി, എന്താ സഹോദര, 2019 കണ്ടുപിടുത്തങ്ങളുടെ പെരുമഴ. ഒരാകാശമണ്ഡലത്തിൽ കഴുകൻ ചിറകടിച്ച് പറക്കുന്നത് പോലെ അന്യഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ കുടിയേറുന്ന കാലം. ചൊവ്വായി പോകാൻ തയ്യാറായി, ചന്ദ്രനിൽ പോകാൻ തയ്യാറായി, ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അതിൻ്റെ ഇടയ്ക്ക് ആ കാലഘട്ടത്തിൽ 3 ചേട്ടന്മാർ വന്ന് ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎം. സന്തോഷമില്ലല്ലോ. കൈ കുത്തിയ ബിസ്ക്കറ്റും കൈ കുത്തിയ ബിരിയാണിയും. സന്തോഷമില്ലല്ലോ. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. ബിസ്ക്കറ്റ് വേണമെങ്കിൽ മൊബൈൽ ഞെക്കിയാൽ മതി, ബിരിയാണി വേണമെങ്കിൽ മൊബൈൽ ഞെക്കിയാൽ മതി. സ്വോത്രം. അങ്ങനെ ഒരു കാലമായിരുന്നു. ആ സമയത്ത് എല്ലാവരെയും വിറപ്പിച്ചുകൊണ്ട് 1 ഗ്രാം വൈറസ് ഇറങ്ങി. 15 രൂപയുടെ സോപ്പിൻ്റെ കുമിള കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മാറ്റി. ട്രെയിനും പ്ലെയിനും ഓടാതിരുന്ന കാലം, ബാങ്കിൽ പണമില്ലാതിരുന്ന കാലം, കമ്പ്യൂട്ടറുകളുടെ മുമ്പിൽ ഒറ്റയ്ക്ക് മനുഷ്യനെ കുത്തിയിരുത്തിക്കൊണ്ട് നമ്മുടെ കർണപടങ്ങൾ ലാപ്ടോപ്പിനകത്ത് രാവും പകലും ഒതുക്കി ഒരു മുറിക്കകത്ത് മനുഷ്യനെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുത്തിയ ഒരു കാലം. ആ കാലമായിരുന്നു നോവൽ കൊറോണ. എവിടം തൊട്ട് ഈ വൈറസ് ഇറങ്ങി? അമേരിക്കയിലെ ഒഹിയോ മുതൽ കന്യാകുമാരിയുടെ ഇങ്ങേയറ്റമായ തൂത്തുക്കുടി തേങ്ങാപട്ടണം വരെ ബൈബിളിനകത്തുണ്ടോ ഇങ്ങനെ ഒരു വൈറസൊക്കെ ഇറങ്ങി വരും? യേശുക്രിസ്തുവിൻ്റെ പുലിമുമല പ്രഭാഷണം മത്തായി 24-21 ബൈബിൾ കൂടെയുള്ള വാക്യങ്ങളും എടുക്കത്തില്ല. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടമെന്നാളുണ്ടാകും. അതിൻ്റെ പേരാ മഹാമാരി. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് എറ്റ് women came watching a simultaneous pestilence all over the world. അമേരിക്ക മുതൽ ഇന്ത്യ വരെ. അതിനുശേഷം വീണ്ടും ഇവിടെ രോഗങ്ങൾ, പടപട ജലജന്യ രോഗങ്ങൾ, ഈക്കോളയും ഷിഗല്ലയും ക്രോമിയം ബെർലിയം വൈറസ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അമീബ മസ്തിഷ്ക ജ്വരം, നെയ്യാറ്റിൻകര വരെ അത് അടിച്ചു കഴിഞ്ഞു. കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് പോലും രോഗങ്ങൾ വരുവാനുള്ള കാലം. ഒരുപക്ഷെ ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ ഇനിയും വന്നേക്കാം. അത് മുൻകൂട്ടി കണ്ട് യൂദ പ്രത്യാശയോടെ പറഞ്ഞു, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം, കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിൽ എത്തിക്കുന്ന നാഥൻ്റെ വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ. നമ്മുടെ പഞ്ചകോടി ഈ വർഷത്തെ അവസാനത്തെ കൺവെൻഷനിലും ഇതെല്ലാം കാണുമ്പോൾ മണ്ണിനെ നോക്കി ഇവിടെ നിന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല, ഉരുൾപൊട്ടലിൽ അതെല്ലാം പോകും. അപ്പോൾ നമ്മൾ പെണ്ണിനെ നോക്കുക. ഇങ്ങനെ അവർ പാടും, ആമേൻ കർത്താവായ യേശുവേ വരേണമേ. അവർക്ക് വേണ്ടി വെളിപ്പാട് അവസാനിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ മുട്ടുപടക്കട്ടെ, നീതിമാൻ കരയട്ടെ, സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ശ്രദ്ധയോടെ. AD 30 കാൽവറിയിലെ ക്രൂശ് വരണം. എന്തിനു വേണ്ടി? യേശുക്രിസ്തു പരമയാഗമായി. ചിലർ പറയുന്നു പല കാര്യങ്ങൾക്ക് വേണ്ടി പരമയാഗമായി. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. ഏതെൻ്റെ പൂങ്കാവനത്തിനകത്ത് ശ്രദ്ധയോടെ ഇരിക്കണമേ. ആദ്യ കുടുംബം പാപം ചെയ്തു. ആദം ഹവ്വ ദമ്പതികൾ ദൈവം വെച്ച കൽപ്പനയ്ക്ക്
കൽപ്പനയ്ക്ക് വിരുദ്ധമായി തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന് നന്മയുടെയും തിന്മയുടെയും ഫലം സ്വർഗം പറഞ്ഞ് തുടരുത്. ആ ഫലത്തെ തൊടുമ്പോൾ അവരിൽ നിന്ന് രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി. എങ്കിലും സ്വർഗം വിളിക്കുന്നു, ആദമേ നീ എവിടെ? ഇതാ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ പ്ലാനിൽ നിന്ന് അകന്നു പോകുമ്പോഴും അവനെ മാറോടണച്ച് തിരിച്ചു കൊണ്ടുവന്ന് ചേർക്കുന്ന കാൽവറിയുടെ സ്നേഹമാ ഇന്ന് രാത്രി ഞങ്ങൾ വരച്ച് കാട്ടുന്നത്. രണ്ട്, സ്വന്തം സഹോദരൻ സഹോദരനെ കൊല്ലുന്നു. കായീൻ ദുഷ്ടമനുഷ്യൻ ഹാബേലിനെ കൊന്നുകളഞ്ഞു. സ്വർഗത്തിൻ്റെ ഹാബേലിൻ്റെ രക്തം നിലവിളിച്ചു. വീണ്ടും വിളിക്കുന്നു കായീൻ ഒരു മാനസാന്തരത്തിന് വേണ്ടി. കായീനെ നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അവൻ പറഞ്ഞു, ഞാൻ അവൻ്റെ കാവൽക്കാരനോ. അവിടെ തൊട്ട് മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കുന്നു. നോഹയുടെ കാലമായപ്പോൾ 1000 സംവത്സരം വെച്ച ആയുസിനെ ദൈവം 969 ആക്കി. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടിയ ഒരു തന്നെ ഉള്ളായിരുന്നു മെതുശലേഖ്. മെതുശലേഖിൻ്റെ പ്രത്യേകത എന്താ? അവൻ്റെ പപ്പ നല്ല ബൈബിളും എടുത്ത് ദൈവത്തോട് കൂടെ നടന്നത് ഹാനോക്ക്. അതിൻ്റെ അർത്ഥം മെതുശലേഖ നമ്മുടെ ഒറ്റശേഖരമംഗലത്ത് യോഗമോ വെള്ളറുടെ ഒരു ട്രാക്റ്റോ ഒരു വീട്ടിൽ രോഗിക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിച്ചില്ല. പക്ഷേ അവൻ എന്തുകൊണ്ട് 969 കൊടുത്തു? അപ്പൻ ദൈവത്തോട് കൂടെ നടന്നു. അതുകൊണ്ട് തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് രാത്രി മാതാപിതാക്കളെ, നിങ്ങൾ ഈ തിരുവെഴുത്തുമായി ഈ ഗ്രൗണ്ടിനകത്തോ എവിടെങ്കിലും ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ തലമുറകളെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. മെതുശലേഖൻ 9:6-9. അത് കഴിഞ്ഞ് 36 വരുമ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. അവൻ്റെ ആയുസത്ര നോഹയുടെ കാലം വരുന്നത് 120 സംവത്സരം. വീണ്ടും സങ്കീർത്തനക്കാരൻ 90ലേക്ക് വരുമ്പോൾ അഹരോന്റെ മരണം കാണുമ്പോൾ മോശ ഇങ്ങനെ ചമയ്ക്കുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെ ആയാൽ 80. ശ്രദ്ധയോടെ ഇരിക്കണം. അതിൻ്റെ പ്രതാപം കഷ്ടത മാത്രം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ പാടും, അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പൂരമാണ് എൻ്റെ നിത്യമാം വീട്. വീണ്ടും സംഗീതം വാസിക്കരുത്. 39:5. എൻ പ്രയാണ കാലം 4 വിരൽ നീളം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം, യൗവനത്തിൽ മരണം. അതുകൊണ്ട് 2 കാര്യം ഒരു ഉപദേശിമാർക്കും അറിയത്തില്ല. 1 കർത്താവിൻ്റെ വരവ്, 2 മനുഷ്യൻ്റെ മരണം. ഇത് രണ്ടും ആരെങ്കിലും പറയുന്നുണ്ട് ഇപ്പോൾ പ്രസംഗിച്ച കാശ് തരുന്നതായിരിക്കും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. മനുഷ്യൻ എപ്പോൾ മരിക്കും, കർത്താവ് എപ്പോൾ വരുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത് 2 സംഭവിക്കും. അതുകൊണ്ടാണ് മത്തായി പറഞ്ഞിരിക്കുന്ന, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കണം. ഒന്നുകിൽ മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഏത് സമയത്ത് കർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ തിരുസന്നിധിയിൽ കൊടുത്തുകൊണ്ട് സകലതും നിവർത്തിയാന്ന് കരമുയർത്തി പറയുവാനുള്ള പ്രത്യാശ ചങ്കിനകത്തിരിക്കണം. അല്ല ഇന്ന് രാത്രി കടന്നുറങ്ങുമ്പോൾ കാഹളം ധ്വനിച്ചാൽ എന്നിലെ കുറവുകളെ മാറ്റി കാന്തൻ്റെ വരവിങ്കൽ എന്നെ എടുക്കപ്പെടണമെന്ന പ്രത്യാശ ദൈവസഭയ്ക്കുണ്ടാകണം. അതുകൊണ്ട് 2 കാര്യം ആർക്കും പ്രവചിച്ച് പറയുവാൻ. 1 മനുഷ്യൻ്റെ മരണം, 2 കർത്താവിൻ്റെ വരവ്. അങ്ങനെയെങ്കിൽ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ ഇവിടെ. സഭാപ്രസംഗി പുല്ല് വാടുന്നു, പൂ ഉണങ്ങുന്നു. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് യേശുക്രിസ്തു വന്നത് 3 ഘടകങ്ങളാണ് ഒരു മനുഷ്യനിലുള്ളത്. 1 ദേഹം, 2 ദേഹി, 3 ആത്മാവ്. ദേഹത്തിനും ദേഹിക്കും മരണം, ആത്മാവിന് മരണമില്ല. ഈ ആത്മാവിനെ പറ്റി കഴിഞ്ഞ ദിവസവും ഞാൻ ഇവിടെ തന്നെ ഈരാലുമുട്ടി സൂചിപ്പിച്ചു. പലരും പറയുന്ന ആത്മാവിനെ പറ്റി ക്രൈസ്തവരെ പറയുന്നുള്ളൂ. തെറ്റാ. ഹൈന്ദവരുടെ പുണ്യവേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം, അതിനകത്ത് നല്ല ഭാഗങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആത്മാവിന് നിത്യശാന്തി കൊടുക്കണം. അതോടൊപ്പം ഹൈന്ദവ സഹോദരങ്ങൾക്ക് പ്രത്യേകമായിട്ടറിയാം, മഹാഭാരതം അവരുടെ നല്ല വിശ്വവിഖ്യാതമായ ഒരു ബുക്കാണ്, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥമാണ്. അതിൻ്റെ അവസാന കാലത്ത് മഹാവിഷ്ണു പറയുന്നു, പ്രജാപതി ലോകം ഒരുവൻ്റെ കയ്യിൽ എത്തുമെന്നാണ് പറയുന്നത്. സ്വോത്രം. പ്രജാപതി. അതിനോടനുബന്ധിച്ച് ഈ ഭൂമി തീരുമെന്ന്, നമ്മുടെ മഞ്ചങ്കോട് നിൽക്കുന്ന മരം വീഴുന്ന പോലെ ഭൂമി വീഴുമെന്ന്, അതോടൊപ്പം തന്നെ ആലില വിറയ്ക്കുന്നത് പോലെ മനുഷ്യൻ്റെ ആത്മാവ് വിറച്ച് കളയുമെന്ന്. അതുകൊണ്ട് ആത്മാവിന് നിത്യശാന്തി കൊടുത്തില്ലെങ്കിൽ പാതാളത്തിൽ നരകത്തെ യാതന അനുഭവിക്കുമെന്ന് ഹൈന്ദവരുടെ വേദങ്ങളുമുണ്ട്. അതുകൊണ്ട് അവർ കർക്കടക ബാഹുബലി, സന്തോഷമില്ലല്ലോ, പിതാക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടി ഇവിടുന്ന് വർക്കല, പാപനാശം, ആലുവ എല്ലായിടത്തും ചെന്ന് ബലി നടത്തും. അവർക്കും അറിയാം അപ്പച്ചൻ്റെ ആത്മാവിന് ശാന്തി വേണമെന്ന് മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ടല്ലയോ നമ്മുടെ മഞ്ചങ്കോട്ടുമെല്ലാം ക്ഷേത്രങ്ങളുണ്ട്, ചെമ്പൂരുമൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. ഉത്സവ പരിപാടി നടക്കുമ്പോൾ വൈകിട്ട് ഗാനമേളയും കഥകളിയും മാത്രമല്ല, രാവിലെ ഒരു ചേട്ടനും കാവ്യമുണ്ട് കൊടുത്ത് കുറി കൊടുത്ത് ഇങ്ങനെ 2 മൈക്ക് താത്ത് വെച്ച് ഇങ്ങനെ പാട്ട് പാട്, സത്കർമ്മോദയ സത്കർമ്മോദയ മലയാളം, നീ കർമ്മം ചെയ്തത് നന്നായാൽ നിനക്ക് ദൈവത്തിൻ്റെ ദയ ലഭിക്കുമെന്ന്. നമ്മളെവിടെ കേൾക്കാൻ വൈകിട്ട് മംഗളം ഗാനമേള ട്രൂപ്പിന് അടി കൂടാൻ പോകും, പോലീസിനും അടി കൊടുക്കും, മഞ്ചങ്കോട്ടുകാർക്കും അടി കൊടുക്കും. അതിനാണ് നമ്മൾ പോകുന്നത്. സ്വോത്രം. ചേട്ടനും ചേച്ചിയും രാവിലെ നല്ല പാട്ട് പാടുന്ന സത്കർമ്മോദയ ഒരു മൈക്ക് താത്തി വെച്ച് എല്ലാ അമ്പലങ്ങളിലും ഇതൊക്കെ പാടാറുണ്ട്.
അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വേദം, അതിൻ്റെ പ്രത്യേകത ഖുർആൻ. അതിനകത്ത് 20ാം നൂറ്റാണ്ടെന്നൊരു കാര്യമുണ്ട്. 20th century, അതാ 20ാം നൂറ്റാണ്ട്. അതിന് ഹൈന്ദവ സഹോദരങ്ങൾ, അല്ല ഇസ്ലാം സഹോദരങ്ങൾ പേര് വിളിക്കും ബീസ്തറാവി. ആ ബീസ്തറാവി എന്നും പഠിപ്പിക്കത്തില്ല. അവരുടെ റംസാൻ നോമ്പ് എല്ലാവരും 5:30 ശേഷം ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയിലേക്ക് പടപടാ ഓടും. ഒരു പ്രമുഖ മതപണ്ഡിതൻ വരാൻ പോകുന്ന കാലത്തെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്. ബീസ്തറാവി, അതിന് ഖുറാനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഭാഗമാ മസ്നാദ്. അതാ ബീസ്തറാവിയായിട്ടുള്ള വരുംകാല സംഭവം. ബൈബിളിനെ പോലെ ഒരു ഭാഗം അതിനകത്ത്. അതിൻ്റെ പുറം 700-നകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഒരു മനുഷ്യൻ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ പാതാളത്തിൽ കൊത്തിവലിക്കുന്ന പാമ്പുകൾ ഉണ്ടെന്ന് ഖുറാനകത്ത്. ബൈബിളിനകത്ത് വല്ലതും എഴുതിയിട്ടുണ്ടോ? വിശുദ്ധ ബൈബിളിൽ മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമുണ്ട്: ഒരുവൻ സർവ്വലോകവും നേടിയാൽ അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കീഴപ്പാതാളത്തിൽ കെടാത്ത തീ, ചാകാത്ത പുഴു. സന്തോഷമില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇന്ന് പേർപ്പെട്ടു പോയ സഖാവ് VS, നല്ല പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർ, ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ശക്തിയോടെ പോരാടുന്ന തൊഴിലാളികളുടെ നേതാവായ സഖാവ് VS, അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത് തിരുവനന്തപുരം നിയമസഭയിൽ കൂടെ കടകട ചർച്ച നടത്തുമ്പോൾ എഴുന്നേറ്റ് ഇങ്ങനെ മുട്ടി ചുരുട്ടി പറഞ്ഞു: ഇംഗ്ലാസ് സിന്ദാബല്ല സാർ, സാർ, ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ മനസ്സിലാക്കുന്നവർക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു. സ്വോത്രം. നിങ്ങൾ കണ്ടില്ലേ? ഏഷ്യാനെറ്റ് കണ്ടാൽ മതി, മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഉപദേശിമാരിലെ അനുഗ്രഹത്തിൻ്റെ പുറകെ സഖാ വിചാരിച്ച നരകത്തെ പറ്റി പറയാന്ന്. സ്വോത്രം. മത്തായി സുവിശേഷം. അങ്ങനെയെങ്കിൽ പാപം ചെയ്ത മനുഷ്യന് ഏത് സമയവും മരണം പിടിക്കും. ദേഹത്തിനും ദേഹിക്കും മരണം, ആത്മാവിന് മരണമില്ല. ആത്മാവിനെ അപ്പച്ചൻ്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന സത്യദൈവം യേശു ക്രിസ്തു. അതുകൊണ്ടാണ് സ്വർഗം ചോദിച്ചു: ആർ പോകൂ? അവൻ പറഞ്ഞു: ഞാൻ പോകാം. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു ഭൂമിയിലേക്ക് രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. കാട്ടാക്കടയിൽ CPM-ൻ്റെ സമ്മേളനം നടക്കുമ്പോൾ IB സതീഷ് സാർ ആദ്യം വിളിക്കും: രക്തസാക്ഷികൾ ചിന്താബ. വെള്ളറടയിൽ BJP-യുടെ ശിബിരം നടക്കുമ്പോൾ ഇപ്പോൾ ജയിച്ച VV രാജേഷ് ആദ്യം കൈ ഉയർത്തും: ബലിദാനികൾ ചിന്താബ. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. അങ്ങനെയെങ്കിൽ സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. എന്താ യേശു പറഞ്ഞു: ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ പുനരുത്ഥാനം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുക. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകം: ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. അങ്ങനെയെങ്കിൽ വീടും കാറും അവിടെ നിൽക്കട്ടെ. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി കുഞ്ഞായിരിക്കുമ്പോഴും ബാല്യത്തിലും കൗമാരത്തിലും മരണത്തിലുമല്ല യൗവനത്തിലും മരണം പിടിക്കുമ്പോൾ അവ ആത്മാവിനെ നിത്യതയിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന 1.5 ദൈവമില്ല, 2 ദൈവമില്ല, 1.25 ദൈവമില്ല, ഒറ്റ ദൈവം യേശു ക്രിസ്തു മാത്രം.